ഏവർക്കും ഉണ്ടാകട്ടെ. ആ ഭാഗവതം മുഖ്യമായിട്ടും നമ്മളുടെ ഭക്തിജ്ഞാന വൈരാഗ്യ വർദ്ധനവിനായിക്കൊണ്ടാണ്. പാരമഹംസ്യ സംഹിതയാണ് ഭാഗവതം. ഭാഗവതത്തിലെ നിവൃത്തി ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. കർഷകൻ ദംശിച്ച് മരണം ഉറപ്പായിരിക്കുന്നതായുള്ള ആ ഒരവസ്ഥയിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിരുന്ന മഹാചക്രവർത്തി സാർവഭൗമനായിരുന്ന അദ്ദേഹത്തിന് ആ ലോകങ്ങൾ താൻ സമ്പാദിച്ചതായുള്ള ഒരു ഐശ്വര്യവും തനിക്ക് സ്വസ്ഥത കൊടുത്തില്ല, തനിക്ക് തന്റെ ഭയത്തെ നീക്കിയില്ല, തനിക്ക് നിർവൃതി നൽകിയില്ല, ജന്മസാഫല്യം നൽകി. അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം തന്നെ കാണാൻ വന്ന മഹർഷിമാരോടൊക്കെ ചോദിച്ചത് മരണമാസന്നനായിട്ടുള്ള ഒരാൾ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു. അവർക്കും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായി ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരും പറഞ്ഞു. വേദം നോക്കിയാൽ ദാരിദ്ര്യവും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നാം. അദ്ദേഹത്തെ സ്പർശിച്ചിരുന്നു. ഏതെങ്കിലും ദുഃഖങ്ങൾ അദ്ദേഹത്തെ സ്പർശിച്ചിരുന്നു. അദ്ദേഹം എപ്പോഴും ഭഗവാനിൽ മുഴുകിയിരുന്നു. ഭഗവാനിൽ തന്നെ ഹൃദയം. അതെല്ലാം ഭഗവാന്റെ പ്രസാദമായി കരുതി, ഇച്ഛയായി കരുതി, അതിനെ നല്ല ധാർമ്മിക കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു എന്നാണ്. അപ്പൊ നമ്മളെ ഭൗതികമായിട്ട് നമ്മളെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ഭഗവാൻ തന്നോട് അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ലോകം അനിത്യമാണ്. നമ്മുടെ ജീവിതം ധന്യമാവട്ടെ. എല്ലാവരും ജീവൻ മുക്തന്മാരായി ആനന്ദമായി കഴിയാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടി ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ആചാര്യൻ എല്ലാ അഭിനന്ദനങ്ങളും സമർപ്പിക്കുന്നു. ഹരി ഓം ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ജീവിത മൂല്യങ്ങളെ വളരെ ആനന്ദത്തോടു കൂടിയിട്ട് മുറുകെ പിടിക്കണം എന്ന് തൻ്റെ ആശ്രമത്തിൻ്റെ നാമത്തിലൂടെ നമ്മെ ബോധിപ്പിക്കുകയാണ് കൃഷ്ണാത്മാനന്ദ. ദയ പോലും ആനന്ദത്തോടു കൂടിയിട്ട് ജീവിതചര്യയാക്കി മാറ്റണമെന്ന് അദ്ദേഹം ഒരു നാമത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അനവധി കാലങ്ങളായി ഭാഗവതോപാസന ചെയ്തുകൊണ്ട് മുമുക്ഷുക്കൾക്ക് ഭാഗവത പഠനം സ്വാമിയെ വിളിക്കാം. പേര് കേട്ടപ്പോൾ എനിക്ക് വലിയ ഓർമ്മ വന്നില്ല. സ്വാമിയുടെ ക്ലാസ് ഞാൻ ധാരാളം യൂട്യൂബിൽ കേൾക്കാറുണ്ട്. പക്ഷേ കാര്യം മനസ്സിലാക്കിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നു. ഉത്തമനായ ഒരു വ്യക്തി ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നിർവഹിക്കുമ്പോൾ ചേരേണ്ടത് മനസ്സിലുള്ളത് ഞാൻ സൗകര്യത്തിന് വേണ്ടി സാധാരണയാണ് ചെയ്യാറുണ്ട്. പക്ഷേ സ്വാമിനി ഉണ്ടെങ്കിൽ സ്വാമിനി തന്നെ വേണം എന്നുള്ളത് കൊണ്ട് ഈ പ്രഭാത വേളയിൽ തുടക്കം തന്നെ ഭദ്രദീപ പ്രവചനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. പ്രകാശി, ഗുരുവായൂരപ്പനി, ഡോക്ടർ സുധാകർ എല്ലാവരും വരും. കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ